ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ. 19ാമത്തെ സെഷനാണ്. നമ്മുടെ മോട്ടിവേഷൻ തിയറി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ കണ്ടൻറ് തിയറിയിൽ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഹെയ്സ്ബർഗ്സ് 2 ഫാക്ടർ തിയറി, അൾഡോഫറസ് ERG തിയറി, ഇത്രയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മക്കലാൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലൂംസ് എക്സ്പെക്റ്റൻസി തിയറി. ഈ 2 തിയറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടൻറ് തിയറിയിലെ 4ാമത്തെ ലാസ്റ്റ് തിയറിയാണ് മക്കലാൻഡ്സ് നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ. ഡേവിഡ് സി മക്കലാൻഡ് പിന്നെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ചേർന്നിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തിയറിയാണ്. ഈ തിയറിയിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് 3 ബേസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ നീഡ്സ് ആണ്. നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. നീഡ് ഫോർ പവർ മീൻസ് അധികാരം, അല്ലേ? ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യം, അതാണ് നീഡ് ഫോർ പവർ. ഇത് ശരിക്കും ഒരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അതുമാത്രമല്ല ഇതൊരു മോട്ടിവേഷൻ ഫാക്ടറും കൂടിയാണ്. റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നത് ഏതൊരു വ്യക്തിയിൽ നീഡ് ഫോർ പവർ കൂടുതലാണോ അവർ എപ്പോഴും സുപ്പീരിയർ ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടാവും. അവർ സൂപ്പർവൈസറി പൊസിഷനിൽ നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ടാവും. അവർ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരിക്കും, വളരെ ഇഫക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നവരായിരിക്കും, നന്നായിട്ട് ഔട്ട്സ്പോക്ക് ചെയ്യുന്നവരും, നല്ല സ്റ്റബേൺ ആയിട്ടുള്ള ക്യാരക്ടറും, അവർ നല്ല അധികാരികളുടെ ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുന്നവരായിരിക്കും. അതാണ് നീഡ് ഫോർ പവർ. ഇനി നീഡ് ഫോർ അഫിലിയേഷൻ, അംഗീകാരത്തിൻ്റെ ആവശ്യം. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ നമ്മളെ ഒപ്പം നിർത്തുക. അങ്ങനെ ഒരു ആവശ്യമുള്ള ആൾക്കാരാകുമ്പോൾ അവരെപ്പോഴും മറ്റുള്ളവർ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. കാരണം എപ്പോഴും അവർക്ക് ആ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആവശ്യമായിട്ടുള്ളത് കൊണ്ട്. അതാണ് നീഡ് ഫോർ അഫിലിയേഷൻ, മറ്റുള്ളവരെല്ലാവരും അംഗീകരിക്കണം എന്നുള്ള ആവശ്യം. ഈ നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ളവർക്ക് ശരിക്കും നല്ല സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അവരൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ ഫ്രണ്ട്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവരെ ഇഷ്ടപ്പെടാനും മറ്റുള്ളവർ അവരെ ഇഷ്ടപ്പെടാനും അവർക്ക് അവരെ തന്നെ ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ്. എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പും കമ്പനി എൻജോയ് ചെയ്യുന്നവരാണ്, വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവരാണ്, എപ്പോഴും നല്ല ഗ്രൂപ്പ് ടാസ്കുകൾ ചെയ്യുന്നവരാണ്, മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. ഇത് ഒരു സോഷ്യൽ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. കാരണം വളരെ സോഷ്യലായിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, കോപ്പറേറ്റീവായിട്ട് മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്നവരാണ്. സോ ഒരു വ്യക്തി ഹൈ മോട്ടിവേഷൻ ഫോർ പവർ ആൻഡ് അഫിലിയേഷൻ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ രണ്ടും കൂടി ഉള്ളവരാണെങ്കിൽ അവർക്ക് നല്ല മാനേജേഴ്സ് ആവാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും സാധിക്കണം എന്നുള്ള ആവശ്യമുള്ളവർ, അവരെപ്പോഴും വളരെ അംബീഷ്യസ് ആയിരിക്കും. ഓക്കെ, അവർ എന്ത് ചാലഞ്ചും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഗോൾസ് അവർ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ടാവും. അവർ എന്ത് റിസ്ക് എടുക്കാനും താല്പര്യമുള്ളവരായിരിക്കും. പേഴ്സണലി റെസ്പോൺസിബിൾ ആയിരിക്കും അവരുടെ കാര്യങ്ങളിൽ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ. അവരെപ്പോഴും അവരുടെ പ്രോഗ്രസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എത്ര സമയം വേണമെങ്കിലും അവർ അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ടാവും. ഫെയിലിയർ ഒരിക്കലും അവരെ തളർത്തില്ല. അവരെപ്പോഴും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന വേണ്ടി തന്നെ എഫേർട്ട് മാക്സിമൈസ് ചെയ്യുന്നവരാണ്. അതാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കണ്ടൻറ് തിയറിയിൽ 4 തിയറീസ് ഓൾറെഡി കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രോസസ് തിയറി ഓഫ് മോട്ടിവേഷനാണ് കാണുന്നത്. ഈ പ്രോസസ് തിയറി എന്താ പറയുന്നത് വെച്ചാൽ മോട്ടിവേഷൻ ഒരു പ്രക്രിയയായി എങ്ങനെ ഫോം ചെയ്യുന്നു, അതാണ് പ്രോസസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടൻറ് തിയറിയിൽ ഒരു മോട്ടിവേഷൻ്റെ പിന്നാലെയുള്ള കണ്ടൻറ് എന്താണെന്നാണ് മനസ്സിലാക്കി തന്നിരുന്നത്. പക്ഷേ പ്രോസസ് തിയറിയിൽ മോട്ടിവേഷൻ ഒരു പ്രോസസ്സാണ്. ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നത്, മോട്ടിവേറ്റഡ് ആവാനായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഓരോ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഏത് പ്രക്രിയയിലൂടെയാണ് ഫോം ചെയ്യുന്നത്, അതാണ് പ്രോസസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതിൽ വളരെ പ്രഗത്ഭമായിട്ടുള്ള 2 തിയറീസ് ഇതിൽ വരുന്നുണ്ട്.
എക്സ്പെക്റ്റൻസി തിയറി, ഇക്വിറ്റി തിയറി. അത് കൂടാതെ 2 തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യം എക്സ്പെക്റ്റൻസി തിയറി, ദാറ്റ് ഈസ് റൂംസ് തിയറി. വിക്ടർ റൂം എന്ന് പറഞ്ഞ ഒരു ഓതർ, യേൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് 1964 ഇദ്ദേഹം റൂംസ് തിയറി ഫോം ചെയ്തു. ഇദ്ദേഹം നമ്മുടെ മാസ്ലോ അതുപോലെ ഹെയ്സ്ബർഗ്സ് ഒക്കെ നീഡിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യം മോട്ടിവേഷനിൽ പറഞ്ഞതിന് പ്രസക്തി കൊടുത്തില്ല. ഇദ്ദേഹം പ്രസക്തി കൊടുത്തത് ഔട്ട്കംസിനാണ്. അതായത് ഒരാൾ എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുമ്പോൾ ആ ടെൻഡൻസിയുടെ ഇൻറ്റൻസിറ്റി അയാൾ അത് പെർഫോം ചെയ്ത് കിട്ടുന്ന ആ ഒരു റിസൾട്ട്, ഔട്ട്കം, അതിൻ്റെ ആ എക്സ്പെക്റ്റൻസിയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് റൂംസ് തിയറി, എക്സ്പെക്റ്റൻസി തിയറി. അപ്പം ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ അയാൾ നോക്കിക്കാണുന്നത് അതിൻ്റെ ഔട്ട്കംസിനെയാണ്. ആ ഔട്ട്കംസിനെ 3 കാര്യങ്ങളാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്: വാലൻസ്, എക്സ്പെക്റ്റൻസി ആൻഡ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി. അതുകൊണ്ടാണ് VEI തിയറി എന്ന് കൂടി ഇതിനെ പറയാറുണ്ട്. അപ്പോൾ അതിൽ വാലൻസ് എന്ന് പറയുന്നത് ആ ഔട്ട്കമ്മിന് അയാൾ കൊടുക്കുന്ന വാല്യൂ. ഓക്കെ, എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് അയാളുടെ എക്സ്പെക്റ്റഡ് പെർഫോമൻസ്, ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ ആ പെർഫോമൻസിനുള്ള വിശ്വാസം. ആ വാലൻസ്, എക്സ്പെക്റ്റൻസി, അപ്പോൾ വാലൻസ് ഇൻറ്റു എക്സ്പെക്റ്റൻസി ഇൻറ്റു ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആണ് ഔട്ട്കം. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളെല്ലാവരും BBAക്ക് പഠിക്കുകയാണ്. നിങ്ങൾ ഈ BBAക്ക് പഠിക്കാൻ വന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ BBA നല്ലൊരു ഡിഗ്രിയാണ്, പഠിച്ച് പാസ്സാവണം, നന്നായിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാവണം. ഓക്കെ, ആ ഒരു എണ്ണത്തിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ആ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? BBA പാസ്സാവുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ആ ഔട്ട്കമ്മിന് കൊടുത്ത വാല്യൂ, ഇത് ഈ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് വന്ന സമയത്ത് കൊടുത്ത വാല്യൂ ഹൈ ആണ്, നല്ല മാർക്കോട് കൂടിയിട്ട് നല്ല പെർസെൻറ്റേജിൽ പാസ്സാവണം. ഓക്കെ, അതിന് നമ്മൾ പെർഫോം ചെയ്താലല്ലേ പാസ്സാവാവുള്ളൂ. ഓരോ ഇയറിൽ 2 സെമിസ്റ്റർ വെച്ച് മൊത്തം 6 സെമിസ്റ്റർ നമ്മൾ പെർഫോം ചെയ്യണം. അപ്പം നമ്മളുടെ പെർഫോമൻസ്, അതാണ് എക്സ്പെക്റ്റൻസി. നമുക്ക് ആ പെർഫോമൻസിനോടുള്ള നമ്മുടെ വിശ്വാസമുണ്ട്, അതാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി. പക്ഷെ പലപ്പോഴും പല കുട്ടികൾക്കും അവർക്ക് അവരുടെ പെർഫോമൻസിൽ വിശ്വാസം കുറയുക ചെയ്യുക. അപ്പോൾ എന്തായി? അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ BBA പാസ്സാവും, ചിലപ്പോൾ പാസ്സാവില്ല. ചിലപ്പോൾ അഥവാ പാസ്സായാലും എക്സ്പെക്റ്റ് ചെയ്ത പെർസെൻറ്റേജ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുകയും ചെയ്യണം. ആ പെർഫോമൻസിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാവണം. അതാണ് എക്സ്പെക്റ്റൻസി തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ റൂംസ് എക്സ്പെക്റ്റൻസി തിയറിയിൽ 3 കാര്യങ്ങളാണ്: വാലൻസ്, എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി. വാലൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കമ്മിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് പെർഫോമൻസ്. ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് പെർഫോമൻസിലുള്ള നമ്മുടെ ബിലീഫ്. ഇപ്പം ഞാൻ നേരത്തെ BBAയുടെ കേസ് പറഞ്ഞു, ഹൈ പെർസെൻറ്റേജിൽ BBA പാസ്സാവണം. വാലൻസ് നിങ്ങൾ വളരെ ഹൈ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഓരോ സെം കഴിയുമ്പോഴും ആ വാലൻസ് കുറഞ്ഞു വരുന്നു പല കാരണങ്ങൾ കൊണ്ട്. അവസാനം എന്തായി? എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലേക്ക് വരികയാണ്. ദറ്റ് മീൻസ് ആ വാല്യൂ, ഔട്ട്കമ്മിന് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ കുറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റൻസിയും കുറഞ്ഞു, ഇൻസ്ട്രുമെൻറ്റാലിറ്റിയും കുറയും. അതേസമയം വാലൻസ് ഹൈ ആണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പെക്റ്റൻസിയും എന്താണ്? കൂടും, ഇൻസ്ട്രുമെൻറ്റാലിറ്റിയും കൂടും. അപ്പോൾ ആ വാലൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് വാലൻസ് ഇൻറ്റു എക്സ്പെക്റ്റൻസി ഇൻറ്റു ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഈസ് ഈക്വൽ ടു ദ ഔട്ട്കം. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ റൂംസ് എക്സ്പെക്റ്റൻസി തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു എക്സ്പെക്റ്റൻസി തിയറിയുടെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ ആൾക്കാരുടെയും സെൽഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാരും അങ്ങനെ ഒരാളെയും പറഞ്ഞു കൊടുക്കേണ്ടതല്ല, സ്വയമേ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഇതുകൊണ്ട് എനിക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇത് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കുക, മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക എൻ്റെ കാര്യങ്ങളിൽ. അങ്ങനെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഇതെപ്പോഴും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എക്സ്പെക്റ്റേഷൻസിനും അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടിനുമാണ്. ഓക്കെ, പിന്നെ ഈ എക്സ്പെക്റ്റൻസി തിയറി റിയലും ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല.
അങ്ങനെ അധികം പഠിക്കാത്ത ഒരാളാണ്, പക്ഷെ അയാൾക്ക് BBA നല്ല പെർസെൻറ്റേജ് പഠിക്കണം, പാസ്സാവണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ എക്സ്പെക്റ്റൻസിയും ഇൻസ്ട്രുമെൻറ്റാലിറ്റിയും കൂടും. അതനുസരിച്ച് അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ആക്ച്വൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. ഓക്കെ, എപ്പോഴും ഇതിന് ആ ഒരു ഗോളിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഔട്ട്കമ്മിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇഫക്റ്റാണ്. ഓക്കെ, ഇതുകൊണ്ട് അവർക്ക് മാക്സിമം പ്ലെഷറാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മളുടെ എക്സ്പെക്റ്റൻസി തിയറിയുടെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ രീതിയിൽ അവരുടെ പെർഫോമൻസ് റിവാർഡ്സ് ഒക്കെ കോറിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം പലപ്പോഴും കണ്ടിരിക്കുന്നത്, ഒരാളുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അയാളുടെ പൊസിഷൻ, എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി, എഡ്യൂക്കേഷൻ ഇതുപോലെയുള്ള പാരാമീറ്റേഴ്സിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണടച്ച് അയാൾക്ക് ഈ റൂംസ് എക്സ്പെക്റ്റൻസി തിയറി അനുസരിച്ച് ഔട്ട്കംസ് ഫോം ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്.